കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹലോ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0. ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. BPCG 173 എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു PYQ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ BPCG 173 എന്ന് പറയുന്നത് നമ്മുടെ UG ഇലക്ടീവ് ആണ്, സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീങ്. അപ്പോ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുന്നതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മുടെ ലേണേഴ്സിനെ നമ്മൾ എക്സാമിനേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു കോൺഫിഡൻസ് ഒക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് നമ്മൾ പ്രീവിയസ് ഇയറിലുള്ള 5 ടേം ആൻഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് കൂടുതൽ, അതായത് ഡിസംബർ 2022, ജൂൺ 2023, ഡിസംബർ 2024, ജൂൺ 2025 ആൻഡ് ഡിസംബർ 2025 എന്നുള്ള സൈക്കിളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ലേണേഴ്സിനെ ഒരു എക്സാം റെഡി റോഡ് മാപ്പ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അതായത് നമ്മൾ എല്ലാ PYQ ക്വസ്റ്റ്യൻസും മാപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ SLM യൂണിറ്റ്, അതേപോലെ തന്നെ ഹൈ ഈൽഡ് സോൺസുകൾ ഏതൊക്കെയാണ്, റിസ്ക് ഏരിയാസുകൾ ഏതൊക്കെയാണ്, നമ്മളെ 2025ലെയും 26ലെയും അസൈൻമെന്റ്സ് ഒക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഫ്ലാഗ് റിസ്ക് ഏരിയാസ് ഒക്കെ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാനും നമ്മളൊരു മോഡൽ ആൻസേഴ്സ്, നമ്മളൊരു ഇഗ്നോ സ്റ്റൈലിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു മോഡൽ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യും കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ സീരീസിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താ വെച്ചാൽ നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ഹൈ ഈൽഡ് സിലബസ് മാപ്പ് എന്താണ്, ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് 2 ഫുൾ പ്രിഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റുകളും നമ്മൾ നൽകുന്നുണ്ട്. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതുവരെ നമ്മൾ ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരാണ്, അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു ഫ്രഷ് സ്റ്റാർട്ട് ആവട്ടെ അല്ലെ. നമ്മുടെ ഈ ഒരു PYQ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് ആവട്ടെ. അല്ലെങ്കിൽ അതല്ല, ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുള്ള ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ എക്സാമിന് മുന്നേ ഉള്ള നിങ്ങൾക്കൊരു റിവൈസിങ് ആയിക്കോട്ടെ നമ്മുടെ ഈ ഒരു PYQ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഒന്നും കൂടെ എക്സാമിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ല കോൺഫിഡന്റോടുകൂടെ പ്രിപ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗൈഡും കൂടിയാണ്. അപ്പോ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് കാമായിട്ട് തന്നെ നല്ല ഒരു പാനിക് ഒന്നും ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോവാം അല്ലെ ഈ സീരീസിലൂടെ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഡെസ്ക് എങ്ങനെയാ യൂസ് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ കറന്റ് പ്രിപ്പറേഷൻ ലെവലുമായിട്ട് നമ്മൾ ഇതിനെ മാച്ച് ചെയ്ത് കൊണ്ടുപോവാ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ പാത്ത് 1 എന്ന് പറയുന്നത് ലാസ്റ്റ് ലാപ്പാണ്. അതായത് ഫൈനൽ 7 days എങ്ങനെയാണ് നമ്മൾ ഫൈനൽ വീക്സ് ടേം ആൻഡ് എക്സാമിനേഷന് തൊട്ട് മുന്നേ ഉള്ള ലേണേഴ്സ് റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഹൈ ഈൽഡ് ആയിട്ടുള്ള സിലബസുകളാണ്. അതായത് മെയിൻ ആയിട്ട് യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 1, 2, 3, 5, 7, 9, 10, 11 and 12 എന്ന് പറയുന്ന 3 യൂണിറ്റുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരാണ്, ലാസ്റ്റ് 7 daysലാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3 യൂണിറ്റുകൾ കവർ ചെയ്യുക. യൂണിറ്റ് 1, 2, 3, യൂണിറ്റ് 4 ഇല്ല കേട്ടോ. യൂണിറ്റ് 1, 2, 3, 5 പിന്നെ 6 ഹൈ ഈൽഡ് ആയിട്ടുള്ള യൂണിറ്റ് അല്ല, അതുകൊണ്ടാണ് 6 നമ്മൾ ഇതിൽ ആഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പൊ 1, 2, 3, 5, 7, 9, 10, 11 and 12 ഇത്രയും യൂണിറ്റുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുക. പാത്ത് 2 എന്ന് പറയുമ്പോഴത്തേക്ക് സ്മാർട്ട് സ്പ്രിന്റ് ആണ്. അതായത് നമ്മൾ ഏകദേശം ഒരു 3 to 4 weeks ഔട്ടാണ്. അതായത് ഒരു ഫുൾ മന്ത് പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കൂടുതൽ SLM പ്രയോറിറ്റി ഓർഡറിലൂടെ നമ്മൾ വായിക്കുക. അതായത് യൂണിറ്റ് 1, 2, 3, 5, 7, 9, 10, 11, 12 ഇത്രയുമാണ് ഹൈ ഈൽഡഡ് ആയിട്ടുള്ള യൂണിറ്റുകൾ. അതിന്റെ കൂടെ തന്നെ മീഡിയം ഈൽഡഡ് ആയിട്ടുള്ള യൂണിറ്റുകളാണ് 4ഉം 6ഉം 8ഉം. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രയർ ഓർഡറിൽ തന്നെ നമ്മൾ SLM ബേസ് ആയിട്ട് നമ്മൾ വായിച്ചിട്ട് പോകണം, നമ്മൾ പഠിച്ചിട്ട് പോകണം.
പാർട്ട് 3 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോംപ്രഹെൻസീവ് ബിൽഡ് ആണ്. അതായത് നമുക്കൊരു ഫുൾ സെമസ്റ്റർ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഓരോ എസ് എൽ എമ്മിലുള്ള ഓരോ യൂണിറ്റുകളും അതിന്റെ സ്വീക്വൻസ് അനുസരിച്ച് തന്നെ നമ്മൾ വായിക്കുക, പഠിക്കുക. നമ്മൾ അതിലുള്ള ആൻസേഴ്സുകളൊക്കെ കറക്റ്റ് ആ ഒരു സെക്യൂർ പ്രോഗ്രസ് എന്നുള്ള വെച്ചിട്ട് നമ്മൾ കണ്ടില്ലേ കുറേ ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ടാവും അല്ലെ, അത് ആൻസർ ചെയ്യുക. ഓരോ യൂണിറ്റിന്റെ എൻഡിലുള്ള ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചേഴ്സ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമ്മളൊരു PYQ നമ്മൾ BPCG 173 എന്ന് പറയുന്ന പേപ്പറിന്റെ PYQ അനാലിസിസ് ബേസിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു എക്സാം ഒരു ഗ്ലാൻസിൽ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ 100 മാർക്കിന്റെ എക്സാം ആണല്ലേ. നമുക്ക് 100 മാർക്കിന്റെ പരീക്ഷ നമ്മൾ 3 മണിക്കൂർ കൊണ്ടാണ് എഴുതിയെടുക്കേണ്ടത്. യൂഷ്വലി നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. അതായത് നമ്മൾ 20 മാർക്ക് വെച്ചിട്ട്. അപ്പോൾ നമ്മളെ പേപ്പറിൽ 2 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക, A ആൻഡ് B എന്ന് പറയുന്ന സെക്ഷൻസ്. ഓരോ സെക്ഷനുകളും 4 ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും 20 മാർക്കിന്റെ. സെക്ഷൻ എയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പൊതുവെ കാണുന്നത് എങ്ങനെയാ വെച്ചാൽ ബ്ലോക്ക് 1ഉം 2ഉം അതേപോലെ തന്നെ ബ്ലോക്ക് 3യിലെ ഫസ്റ്റ് ഹാഫിലുള്ള യൂണിറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് പൊതുവെ സെക്ഷൻ എയിൽ കാണാറുള്ളത്. സെക്ഷൻ ബിയിൽ നമ്മുടെ ബ്ലോക്ക് 3 മുതൽ, അതായത് സ്ട്രെസ് മാനേജ്മെന്റ് 2 മുതൽ നമ്മളെ ബ്ലോക്ക് 4ലുള്ള കംപ്ലീറ്റ് യൂണിറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് സെക്ഷൻ ബിയിൽ കാണാറുള്ളത്. പിന്നെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ പൊതുവെ 200 വേർഡ്സ് വെച്ചിട്ടാണ് എഴുതാറ്. അതായത് 10+10 എന്നുള്ള മാർക്കിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ അത് എല്ലാ പേപ്പറുകളും അപ്പിയർ ചെയ്യാറുണ്ട്. യൂഷ്വലി നമ്മൾ എന്താ പറയാ, അറ്റ്ലീസ്റ്റ് 1 ഓരോ സെക്ഷനിലും അറ്റ്ലീസ്റ്റ് 1 എങ്കിലും കാണാറുണ്ട് കേട്ടോ നമ്മൾ ഈ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസുകൾ. ഇനി എക്സാം പേപ്പർ ബ്ലൂ പ്രിന്റ് ആണ് പറയുന്നത്. ഇപ്പൊ ഇതിൽ നമ്മൾ പല കളേഴ്സിൽ നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ 20% കടക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ യൂണിറ്റ് 1ഉം 2ഉം, അതായത് ഹെൽത്ത് കൺസെപ്റ്റ് ആൻഡ് മോഡൽ എന്ന് പറയുന്ന യൂണിറ്റ്, ഈ യൂണിറ്റ്സിലുള്ള ടോപ്പിക്സ്, ആ ഒരു ടോപ്പിക്സുകളാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ സ്ട്രെസ് കൺസെപ്റ്റ് ആൻഡ് ഇഫക്റ്റ്, അതായത് യൂണിറ്റ് 3 to 4 എന്ന് പറയുന്ന ഈ യൂണിറ്റുകളിലുള്ള ടോപ്പിക്സ് 25% അപ്പിയർ ചെയ്ത് കാണാറുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റുകൾ, ആ ഒരു ഇതിൽ ടോപ്പിക്സ് യൂണിറ്റ് 6 to 8 വരെയുള്ള യൂണിറ്റിൽ നിന്നുള്ള ടോപ്പിക്സ് 20% അപ്പിയർ ചെയ്ത് കാണാറുണ്ട്. യൂണിറ്റ് 9 to 12, അതായത് ഫിസിക്കൽ ഇൽനെസ് ഒക്കെ ഒരു 20% അപ്പിയർ ചെയ്ത് കാണാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ യൂണിറ്റ് 11 and 12 മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീങ്, അതൊരു 15% ആയിട്ട് കാണാറുണ്ട്. ഇതൊക്കെ നമ്മളൊരു ഈ ക്വസ്റ്റ്യൻ ടൈപ്സ് ബേസ്ഡ്, നമ്മൾ റീസെന്റ് പാറ്റേൺസിന്റെ ബേസിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടൈപ്സിനെ ബ്രേക്ക് ചെയ്തിട്ട് പല കളേഴ്സിലൂടെ നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഹൈ ഈൽഡ് സിലബസ് മാപ്പ് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാതെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹൈ ഈൽഡ് ആയിട്ടുള്ള സിലബസ്, ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെയാണ് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഈ ഹൈ ഈൽഡ് സിലബസിൽ നമ്മൾ ഈ യൂണിറ്റ്സ് ഒക്കെ നമ്മൾ എക്സാം ഫ്രീക്വൻസിന്റെ ബേസിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എക്സാം ബേസിലാണ് കേട്ടോ. അപ്പോ നമ്മളിവിടെ ഒരു 3 ടയർ സിസ്റ്റം ആണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ടയർ സിസ്റ്റത്തിൽ ഹൈ ഈൽഡ് ആയിട്ട് വരുന്നത് എന്ന് വെച്ചാൽ എന്താണ്, അത് എപ്പോഴും ആൾമോസ്റ്റ് എവറി സെഷൻസിൽ, എല്ലാ സെഷൻസിലും അപ്പിയർ ചെയ്ത് കാണുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഹൈ ഈൽഡ് ആയിട്ടുള്ളത് ടോപ്പിക്സുകൾ. മീഡിയം ഈൽഡിൽ എന്ന് വെച്ചാൽ ഫ്രീക്വന്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നതാണ്, നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ. ലോ ഈൽഡ് ആയിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒക്കേഷണലി ആണ് കാണാറ്, ഒക്കേഷണലി കാണാറ് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് പഠിച്ചിരുന്നാൽ നന്നായിരിക്കും എന്നുള്ള ടോപ്പിക്സുകളാണ് ലോ ഈൽഡിൽ വരുന്നത്. അപ്പൊ നമ്മൾ സ്റ്റഡി ടൈം എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ 50% ടൈം നമ്മൾ ഹൈ ഈൽഡിന് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഹൈ ഈൽഡ് ടോപ്പിക്സിനാണ് 50% ടൈം നമ്മൾ കൊടുക്കേണ്ടത്. 30% മീഡിയം ഈൽഡിലും അതേപോലെ തന്നെ 20% ടൈം നമ്മൾ ലോ ഈൽഡ് ടോപ്പിക്സിനുമാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ അതായത് ഹൈ ഈൽഡ് ടോപ്പിക്സ് ഏതാണ്, മീഡിയം ഈൽഡ് ടോപ്പിക്സ് ആണ്, ലോ ഈൽഡ് ടോപ്പിക്സ് ഏതാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ടയറിൽ ഇങ്ങനെ 3 സ്റ്റാർ 2 സ്റ്റാർ 1 സ്റ്റാർ എന്നൊക്കെ കാണുന്നില്ലേ. അപ്പൊ ഈ 3 സ്റ്റാർ ആണ് ഹൈ ഈൽഡ് ടോപ്പിക്, 2 സ്റ്റാർ മീഡിയം ഈൽഡ് ടോപ്പിക്സ്, 1 സ്റ്റാർ എന്ന് പറയുന്നത് ലോ ഈൽഡ് ടോപ്പിക്സ് ആണ്. അപ്പൊ നമ്മുടെ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1ലെ ഇതാണ് യൂണിറ്റ് ടൈറ്റിൽ ആണ് ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽബീങ്. ഫ്രീക്വന്റ് ആയിട്ട് 5 തവണ കണ്ടിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസംബർ 2025 സൈക്കിളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 1ലെ തന്നെ 2ാമത്തെ യൂണിറ്റ് ആണ് മോഡൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ്, 4 തവണ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ജൂൺ 2025 സൈക്കിളിലാണ് ലാസ്റ്റ് നമ്മൾ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇതും ഹൈ ഈൽഡ് ആണ് കേട്ടോ. ഇനി ബ്ലോക്ക് 2ലെ യൂണിറ്റ് 3 സ്ട്രെസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന യൂണിറ്റ്, ഇത് 4 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഡിസംബർ സൈക്കിളിൽ 2025 സൈക്കിളിലാണ് നമ്മൾ കണ്ടത്. ഹൈ ഈൽഡ് ആണ് ഈ ടോപ്പിക്.
അതായത് ഈ യൂണിറ്റ്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു സ്ട്രെസ് പ്രോണൻസ് എന്ന് പറയുന്നത്. ഇത് 2 തവണയാണ് നമ്മൾ അപ്പിയർ ചെയ്ത് കണ്ടില്ലേ. അത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ ലാസ്റ്റ് ഡിസംബർ 2025 സൈക്കിളാണ് കണ്ടിട്ടുള്ളത്. ഇത് മീഡിയം ഈൽഡ് ആണ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 5 എഫക്ട് ഓഫ് സ്ട്രെസ് 3 തവണ നമ്മൾ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് കണ്ടത് ഡിസംബർ 2025 സൈക്കിളിലാണ്. ഇതും ഹൈ ഈൽഡഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 6 കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. ഇത് 2 തവണയാണ് അപ്പിയർ ചെയ്ത് കണ്ടത്. ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ആണ്. ജൂൺ 2025 ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ഇത് മീഡിയം ഈൽഡ് ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 7 സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് ടെക്നിക്സ് 1 എന്ന് പറയുന്നത് 5 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഡിസംബർ 2025 സൈക്കിളിലാണ്. നമ്മുടെ ഹൈ ഈൽഡ് ടോപ്പിക്സിൽ പെട്ടതാണ് കേട്ടോ. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 8 സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് 2 എന്ന് പറയുന്നത് 3 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതായത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ജൂൺ 2025 സൈക്കിളിലാണ്. ഇതിന്റെ ഈൽഡ് എന്ന് പറയുന്നത് മീഡിയം ഈൽഡ് ആണ്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 9 ഫിസിക്കൽ ഇൽനസ് ആൻഡ് എക്സ്പീരിയൻസ് 1. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ആണ്. ലേറ്റസ്റ്റ് ഡിസംബർ 2025 സൈക്കിളിലാണ് കണ്ടിട്ടുള്ളത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ഹൈ ഈൽഡഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. ഇനി അടുത്തതാണ് ബ്ലോക്ക് 4. ബ്ലോക്ക് 4 3 യൂണിറ്റുകൾ ഉണ്ട് അല്ലെ. യൂണിറ്റ് 10 ഫിസിക്കൽ ഇൽനസ് ആൻഡ് എക്സ്പീരിയൻസ് 2 അത് 5 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതായത് ഫ്രീക്വൻസി 5 ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ 2025 കണ്ടിട്ടുള്ള ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. യൂണിറ്റ് 11 ബ്ലോക്ക് 4 യൂണിറ്റ് 11 മെന്റൽ ഇൽനസ് ആൻഡ് എക്സ്പീരിയൻസ്. അതേപോലെ യൂണിറ്റ് 12 പ്രിവെൻഷൻ മാനേജ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻ. ഇതെല്ലാം ഇത് രണ്ടും അതായത് നമ്മളെ ബ്ലോക്ക് 4 ഈ 3 യൂണിറ്റുകളും ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസംബർ 2025 സീരീസ് സൈക്കിളിലാണ് കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ 3 യൂണിറ്റുകളും ഹൈ ഈൽഡഡ് ആയിട്ടുള്ള യൂണിറ്റുകളാണ്. ഇനി നമ്മുടെ യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ ആണ്. ഇപ്പൊ ഇതിലിങ്ങനെ റെഡ് കളർ, ഓറഞ്ച് കളർ, അതേപോലെ ബ്ലൂ കളർ. ബ്ലൂ നമുക്ക് കാണാൻ കഴിയുന്നില്ല അല്ലെ. അപ്പൊ റെഡ് കളർ എന്ന് വെച്ചാൽ ഹൈ ഈൽഡഡ് ആണ്. അതായത് റെഡ് അല്ലെ ഡാർക്ക് ഓറഞ്ച് എന്നുള്ള കളറിൽ. ഇപ്പൊ യൂണിറ്റ് 1, 2, 3 എന്നൊക്കെ പറയുന്നത് ഹൈ ഈൽഡഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. പിന്നെ യൂണിറ്റ് 5 ഹൈ ഈൽഡഡ് ആണ്. 7 അതേപോലെ 9, 10, 11, 12 ഇത്രയും യൂണിറ്റുകൾ ഹൈ ഈൽഡഡ് ആണ്. പിന്നെ 4, 6, 8 ആണ് മീഡിയം ഈൽഡഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ. ഇനി നമ്മളൊരു യൂണിറ്റ് ഫ്രീക്വൻസിയുടെ ഒരു ഓവർവ്യൂ ആണ്. നമ്മൾ ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സുകൾ, അതായത് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 5 എക്സാം ടോപ്പിക്സുകളാണ് പറയുന്നത്. ഒന്നാണ് ഹോപ്പ്, ഒപ്റ്റിമിസം ആൻഡ് ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ്. അത് ഫ്രീക്വൻസി 5 ആണ്. പിന്നെ രണ്ടാമത്തെ നമ്മളെ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ്, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, യോഗ എന്നൊക്കെ പറയുന്ന ടെക്നിക്സുകളല്ലേ, അതും ഇതേപോലെ ഫ്രീക്വൻസി 5 ആണ്. പിന്നെ സോഴ്സസ് ആൻഡ് മെഷർമെന്റ് ഓഫ് സ്ട്രെസ്, അതിന്റെ ഫ്രീക്വൻസി 4 ആണ്. ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ്, ഡയറ്റ് ആൻഡ് ഒബിസിറ്റി, ഇതും ഫ്രീക്വൻസി 4 ആണ്. മോഡൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ്, അതായത് അതിന്റെ ഫ്രീക്വൻസി 4 ആണ്. അതായത് നമ്മൾ ഈ ഫ്രീക്വൻസി 5 എന്ന് കിടക്കുന്നത് 5 തവണ അപ്പിയർ ചെയ്ത് കണ്ട ക്വസ്റ്റ്യൻസുകളാണ്. ഫ്രീക്വൻസി 4 എന്ന് പറയുമ്പോൾ 4 തവണ അപ്പിയർ ചെയ്ത് കണ്ട ക്വസ്റ്റ്യൻസുകൾ. ഇനി നമ്മൾ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് പറയാൻ പോകുന്നത്. അതായത് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസുകൾ, നമ്മൾ ക്യൂറേറ്റഡ് ഹൈലൈറ്റ്സ് വെച്ചിട്ട് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ആദ്യത്തെ നമ്മൾ മെന്റൽ ഇൽനെസ് എക്സ്പീരിയൻസിൽ 3 ക്വസ്റ്റ്യൻസിൽ നമ്മൾ 2 മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ കണ്ടിട്ടുള്ളത്? എലുസിഡേറ്റ് സബ്സ്റ്റൻസ് യൂസിങ് വിത്ത് എ ഫോക്കസ് ഓൺ അഡിക്ഷൻ, അതേപോലെ ഡിസ്ക്രൈബ് സൈക്കോസൊമാറ്റിക് ഇൽനെസ് വിത്ത് എ ഫോക്കസ് ഓൺ സൊമാറ്റിക് സിംറ്റം ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആസ് പെർ DSM-5. പിന്നെ ഡിസ്കസ് ആൻസൈറ്റി ആൻഡ് ആൻസൈറ്റി ഡിസോർഡേഴ്സ്, എക്സ്പ്ലെയിൻ ആൻസൈറ്റി ആസ് എ സൈക്കോസൊമാറ്റിക് ഇൽനെസ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ ഒരു മെന്റൽ ഇൽനെസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഒരു 3 രീതിയിലൊക്കെയാണ് പൊതുവെ കാണാറ്. ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ കാണാറ്. ഇതിൽ ഈ 2 എലുസിഡേറ്റ് സബ്സ്റ്റൻസ് യൂസിങ് വിത്ത് എ ഫോക്കസ് ഓൺ അഡിക്ഷൻ, അതേപോലെ ഡിസ്ക്രൈബ് സൈക്കോസൊമാറ്റിക് ഇൽനെസ് വിത്ത് എ ഫോക്കസ് ഓൺ സൊമാറ്റിക് സിംറ്റം ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആസ് പെർ DSM-5 എന്ന് പറയുന്നത് ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് കാണാറുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതിന്റെ ഫുൾ ആൻസേഴ്സ് നമ്മുടെ PYQ ബ്ലൂ പ്രിന്റിൽ അവൈലബിൾ ആണ്. അതായത് നമുക്ക് കൂടുതൽ സ്കോറിംഗ്, അതായത് നമുക്ക് നമ്മളെ ലേൺവൈസിന്റെ ആപ്പിൽ, നമ്മളെ ലേൺവൈസ് ആപ്പിൽ PYQA ബുക്ക്ലെറ്റിൽ ഇതിന്റെ ആൻസേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ പോയി അതിൽ ചെക്ക് ചെയ്യണേ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം.
കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അടുത്തതാണ് ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽബീങ്. അതിൽ 2 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത് രണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസ്ക്രൈബ് ദ ഹെൽത്ത് ഇൽനസ് കോണ്ടിനം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഡിസ്കസ് ദ ക്രോസ് കൾച്ചർ പെർസ്പെക്ടീവ് ഓൺ ഹെൽത്ത്, ഹൈലൈറ്റിംഗ് ദ ഇന്ത്യൻ പെർസ്പെക്ടീവ് ഓൺ ഹെൽത്ത്. ഈ രണ്ടും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ്. അടുത്ത ടോപ്പിക് ആണ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് 1 എന്ന് പറയുന്നത്. അതിൽ 2 ക്വസ്റ്റ്യൻസ്, രണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ഡിസ്ക്രൈബ് മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ്ഫുൾനെസ് ആസ് എ ടെക്നിക് ഓഫ് സ്ട്രെസ് മാനേജ്മെന്റ്. നമ്മൾ മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ്സിന് ഡിസ്ക്രൈബ് ചെയ്യാൻ എങ്ങനെയാണ് ഒരു സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക് ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ഡിസ്ക്രൈബ് റിലാക്സേഷൻ ടെക്നിക്, മെഡിറ്റേഷൻ ആൻഡ് ബയോ ഫീഡ്ബാക്ക് ആസ് എ ടെക്നിക് ഓഫ് സ്ട്രെസ് മാനേജ്മെന്റ്. ഈ 2 ക്വസ്റ്റ്യൻസുകളും റിപ്പീറ്റഡ് ആയിട്ട് മോസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ടോപ്പിക്കിലും ഓരോ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെയൊക്കെ ആൻസേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലേൺ വൈസ് ആപ്പിൽ PYQ ബുക്ക്ലെറ്റിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ് ഫിസിക്കൽ ഇൽനെസ് എക്സ്പീരിയൻസ് 1. അതിൽ 2 ക്വസ്റ്റ്യൻസുകൾ കാണാറുണ്ട്, പക്ഷെ അത് ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. ഡിസ്കസ് ദ ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ്, ഡയറ്റ് ആൻഡ് ഒബിസിറ്റി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കാണാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, കാണാറുള്ള വേറെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ സെക്ഷൽ ഹെൽത്ത് ആൻഡ് എക്സ്പ്ലെയിൻ പ്രോബ്ലംസ് റിലേറ്റഡ് ടു സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അടുത്തതാണ് ഫിസിക്കൽ ഇൽനെസ് എക്സ്പീരിയൻസ് 2. ഇതും 2 ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യാറുണ്ട്, പക്ഷേ മെയിൻ ആയിട്ട് ഇതിലൊരു ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതാണ് എക്സ്പ്ലെയിൻ ക്രോണിക് ഇൽനെസ് വിത്ത് ഫോക്കസ് ഓൺ കൊറോണറി ഹാർട്ട് ഡിസീസ് ആൻഡ് ക്യാൻസർ എന്ന് പറയുന്ന ക്വസ്റ്റ്യന്. അതായത് നമ്മൾ ക്രോണിക് ഇൽനെസ്സിന് എക്സ്പ്ലെയിൻ ചെയ്യുക, നമ്മളൊരു കൊറോണറി ഹാർട്ട് ഡിസീസ് ആൻഡ് ക്യാൻസറിന് ഫോക്കസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ക്രോണിക് ഇൽനെസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. വേറൊരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ആൻഡ് അക്യൂട്ട് ആൻഡ് ക്രോണിക് പെയിൻ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ടോപ്പിക് ആണ് പ്രിവെൻഷൻ, മാനേജ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻ. അതിൽ 2 ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് എപ്പോഴും. അതിന് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ഈ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതാണ് ഒന്നാമത്തെയാണ് എലുസിഡേറ്റ് ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം ആസ് എ കീ ടു ഹ്യൂമൻ സർവൈവൽ, ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ് വിത്ത് ഫോക്കസ് ഓൺ ഇറ്റ്സ് കമ്പോണൻസ് പറയുന്ന ക്വസ്റ്റ്യൻ. രണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി അടുത്തതാണ് മോഡൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ്. ഒരു ക്വസ്റ്റ്യൻ ആണ് പൊതുവേ കാണാറ്, അതന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ക്രിട്ടിക്കലി അനലൈസ് എനി 3 മോഡൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് പറയുന്ന ക്വസ്റ്റ്യൻ. അടുത്തതാണ് സ്ട്രെസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഒരു ക്വസ്റ്റ്യൻ ആണ് കാണാറുള്ളത്, അതന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സോഴ്സ് ആൻഡ് മെഷർമെന്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. അടുത്തതാണ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു സ്ട്രെസ് പ്രോൺനെസ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും ചോദിക്കാറുണ്ട് ഒക്കേഷണലി. അതാണ് ഡിസ്ക്രൈബ് ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു സ്ട്രെസ് പ്രോൺനെസ്, എക്സ്പ്ലെയിൻ ദ മോഡറേറ്റേഴ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ടോപ്പിക്. ഇനി അടുത്തതാണ് എഫക്ട് ഓഫ് സ്ട്രെസ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഡിസ്ക്രൈബ് ദ എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ പെർഫോമൻസ്, പ്രൊഡക്ടിവിറ്റി ആൻഡ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും ടോപ്പിക്സുകൾ നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ PYQ ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനി അടുത്തതാണ് പ്രിഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്. അതായത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഫുൾ മോക്ക് പേപ്പേഴ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഓൺലി ആണ് കേട്ടോ. ഫുള്ളി വർക്ക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സുകൾ നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിന്റെ ഉള്ളിൽ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പോയിട്ട് ഇത് ചെയ്യുക. നമ്മൾ ഈ സീരീസിന്റെ ബേസിൽ നിങ്ങൾ ഇത് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ തനിയെ പഠിച്ചിട്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ആൻസേഴ്സ് ആപ്പിൽ പോയിട്ട് നിങ്ങൾ നോക്കണം. അപ്പൊ സെറ്റ് ചെയ്യേ മോസ്റ്റ് ലൈക്ലി പാറ്റേൺ ആണ് കേട്ടോ. പ്രിഡിക്റ്റീവ് പേപ്പറിൽ സെറ്റ് ചെയ്യാണ്. അതായത് നമ്മൾ പൊതുവേ നമ്മളെ ഡിസംബർ സൈക്കിളിന്റെ ഒരു മിറർ വേർഷൻ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ 3 hour ആണ്, 100 മാർക്കിനാണ്. അപ്പൊ ഇതിങ്ങനെയാണ് ആൻസർ എനി 5 ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 2 ഫ്രം ഈച്ച് സെക്ഷൻ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 20 മാർക്ക്. വേർഡ് ലിമിറ്റ് ഈസ് 400 വേർഡ്സ് ഫോർ ലോങ് ആൻസേഴ്സ് ആൻഡ് 200 വേർഡ്സ് ഫോർ ഷോർട്ട് ആൻഡ് നോട്ട്സ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അതായത് ഓരോ സെക്ഷനിൽ 2 എണ്ണമെങ്കിലും ആൻസർ ചെയ്യണം. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്നത് 20 മാർക്സ് ആണ്. ലോങ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ 400 വേർഡ്സിൽ എഴുതുക, ഷോർട്ട് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ 200 വേർഡ്സിൽ എഴുതുക. അപ്പോ സെക്ഷൻ എ ഡിഫൈൻ ഹെൽത്ത് ആൻഡ് ഡിസ്ക്രൈബ് ദ ഹെൽത്ത് ഇൽനെസ് കോണ്ടിനം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഡിസ്കസ് ദ ഇന്ത്യൻ പെർസ്പെക്ടീവ് ഓൺ ഹെൽത്ത് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ എയിലെ ക്രിട്ടിക്കലി അനലൈസ് ദ മെഡിക്കൽ ആൻഡ് ബയോ സൈക്കോ സോഷ്യൽ മോഡൽ ഓഫ് ഹെൽത്ത്. വിച്ച് വൺ ഇസ് മോർ റിലവന്റ് ഇൻ ടുഡേസ് ഹെൽത്ത് കെയർ ആൻഡ് ജസ്റ്റിഫൈ. സെക്ഷൻ എയിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 200 വേർഡ്സ് ഈച്ച്. എ ടൈപ്പ് എ പേഴ്സണാലിറ്റി ആൻഡ് ഹോസ്റ്റിലിറ്റി. ബി മോഡറേറ്റേഴ്സ് ഓഫ് സ്ട്രെസ്. അപ്പൊ എന്താണ്, എക്ക് 10 മാർക്കുമാണ്, ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യന്
10 മാർക്കുമാണ് കേട്ടോ. ഇനി സെക്ഷൻ എയിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ ഹെൽത്ത് ആൻഡ് പെർഫോമൻസ്, ഡിസ്ക്രൈബ് ദി ഇൻവേർട്ടഡ് യു റിലേഷൻഷിപ്പ് വിത്ത് ദ ഡയഗ്രാം. ഇതും എങ്ങനെയാണ് നമ്മൾ 10+10 എന്നുള്ള രീതിയിലാണ് അലോട്ട് ചെയ്തിട്ടുള്ള മാർക്ക്. ഇനി അടുത്തതാണ് സെക്ഷൻ ബി. സെക്ഷൻ ബിയിലെ 5th ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് ആൻഡ് ബയോ ഫീഡ്ബാക്ക് ആസ് എ ടെക്നിക് ഓഫ് സ്ട്രെസ് മാനേജ്മെന്റ്. 6th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ്, ഡയറ്റ് ആൻഡ് ഒബിസിറ്റി, ഹൈലൈറ്റ് ദ DSM-5 ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ സൈക്കോസൊമാറ്റിക് ഇൽനെസ്, ഡിസ്ക്രൈബ് ദ സൊമാറ്റിക് സിംറ്റം ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആസ് പെർ DSM-5. ഇതും എങ്ങനെ തന്നെയാണ് 10+10 എന്നുള്ള രീതിയിലാണ് മാർക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് എക്സ്പ്ലെയിൻ സൈക്കോസൊമാറ്റിക് ഇൽനെസിന് 10 മാർക്കാണ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിന്. ഡിസ്ക്രൈബ് ദ സൊമാറ്റിക് സിംറ്റം ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആസ് പെർ DSM-5 എന്ന് പറയുന്നതിനും 10 മാർക്കാണ്. ഇനി സെക്ഷൻ ബിയിലെ 8ാമത്തെ ചോദ്യം റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 200 വേർഡ്സ് ഈച്ച്. എ ഹോപ്പ് തിയറി, അതായത് സ്നിഗ്ഡറിന്റെ ഹോപ്പ് തിയറിനെ കുറിച്ചിട്ട് എഴുതാൻ. ബി സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച് ടു വർക്ക്, ഇതും 10+10 എന്നുള്ള രീതിയിലാണ് കേട്ടോ മാർക്ക്. ഇനി സെറ്റ് ബി നമ്മൾ സെറ്റ് ചെയ്യാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി സെറ്റ് ബി ആണ്. ഇതൊരു പ്രൊഡക്റ്റീവ് പ്രാക്ടീസ് പേപ്പർ ആണ്, ആൾട്ടർനേറ്റീവ് പേപ്പർ ആണ്. നമ്മൾ ഒരു ജൂൺ സൈക്കിളിന്റെ ബേസിൽ അതിന്റെ ഒരു മിറർ വേർഷൻ ആയിട്ടാണ് ഇത്. ഇതേപോലത്തെ സെയിം പാറ്റേൺ ആൻസർ എനി 5 ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 2 ഫ്രം ഈച്ച് സെക്ഷൻ. ഈച്ച് സെക്ഷൻ അല്ലെങ്കിൽ ഈച്ച് ക്വസ്റ്റ്യൻ carries 20 മാർക്ക്. വേർഡ് ലിമിറ്റ് 400 വേർഡ്സ് ഫോർ ലോങ് ആൻസേഴ്സ് ആൻഡ് 200 വേർഡ്സ് ഫോർ ഷോർട്ട് നോട്ട്സ്. സെക്ഷൻ എ അതിൽ ആദ്യത്തെ ചോദ്യമാണ് ഡിസ്കസ് ദ ക്രോസ് കൾച്ചറൽ പെർസ്പെക്ടീവ് ഓൺ ഹെൽത്ത്, വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ, ഈസ്റ്റേൺ പെർസ്പെക്റ്റീവുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് സോഷ്യൽ മോഡൽ ഓഫ് ഹെൽത്ത് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. 5+50 എന്നുള്ള രീതിയിലാണ് മാർക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ എയിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സ്ട്രെസ്, ഡിസ്കസ് ദ സോഴ്സ് ഓഫ് സ്ട്രെസ് ആൻഡ് മെത്തേഡ് ഓഫ് മെഷറിംഗ് സ്ട്രെസ്. 5+15 തന്നെയാണ്. സെക്ഷൻ എയിലെ 4ാമത്തെ ചോദ്യമാണ് ഡിസ്ക്രൈബ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, എക്സ്പ്ലെയിൻ ഇമോഷൻ ഫോക്കസ്ഡ് ആൻഡ് പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ് സ്റ്റൈൽ. 10+10 എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇനി അടുത്തതാണ് സെക്ഷൻ ബി. സെക്ഷൻ ബിയിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് ആൻഡ് ടൈം മാനേജ്മെന്റ് ആസ് എ ടെക്നിക് ഓഫ് സ്ട്രെസ് മാനേജ്മെന്റ്. 6th ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ക്രോണിക് ഇൽനസ് വിത്ത് റെഫറൻസ് ടു കൊറോണറി ഹാർട്ട് ഡിസീസ് ആൻഡ് ക്യാൻസർ. 10+10 ആണ് കേട്ടോ മാർക്ക് അലോക്കേഷൻ വരുന്നത്. സെക്ഷൻ ബിയിലെ 7ാമത്തെ ചോദ്യമാണ് ഡിസ്കസ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആസ് പെർ DSM-5. 10+10 ആണ് മാർക്ക് അലോക്കേഷൻ. സെക്ഷൻ ബിയിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 200 വേർഡ്സ് ഈച്ച്. എ ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ്, ബി യോഗ ആൻഡ് മെഡിറ്റേഷൻ ഇൻ പ്രോംപ്റ്റിംഗ് വെൽബീങ്. അപ്പൊ നമ്മള് 2 പ്രിഡിക്റ്റീവ് ആയിട്ടുള്ള സെറ്റ് എ ബി എന്ന് പറയുന്ന 2 പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അതിന്റെ ഒരു ടൂൾ കിറ്റ് ആണ് പറയാൻ പോകുന്നത്. നമ്മൾ എക്സാമിന്റെ ആൻസേഴ്സിനെ സ്ട്രക്ചർ ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് എങ്ങനെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മള് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അതായത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ എയിം ചെയ്യുന്നത് എന്താണ്, ഒരു 500 to 600 വേർഡ്സിൽ എഴുതുക എന്നുള്ളതല്ലേ. അപ്പോ നമ്മൾ ഈ ദ ഇൻട്രോ ബോഡി കൺക്ലൂഡ് ഫ്രെയിം വർക്ക് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇൻട്രോ, അതായത് ഇൻട്രോയിൽ ഏകദേശം 2 to 3 സെന്റൻസ് എഴുതുക. അതായത് നമ്മൾ കീ കൺസെപ്റ്റുകൾ ഡിഫൈൻ ചെയ്യുക, നമ്മൾ എന്താണ് അതുകൊണ്ട് എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ സ്കോപ്പ് എന്താ, നമ്മൾ ചെയ്യുന്ന ആൻസറിന്റെ സ്കോപ്പ് എന്താന്നുള്ളതൊക്കെ നമ്മൾ എഴുതുക ഇൻട്രൊഡക്ഷൻ പാർട്ടില്. ബോഡി പാർട്ടിൽ നമ്മൾ എന്താണ് ഓരോ പോയിന്റുകളെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതിനൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കുക. നമ്മൾ ടോപ്പിക് സെന്റൻസുകൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എക്സാമ്പിൾസ് നമ്മൾ SLM ഉള്ള എക്സാംസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റിയലിസ്റ്റിക് സെനാറിയോസ് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ റീറ്ററിഗേറ്റ് ചെയ്യുക, നമ്മൾ ആ സിഗ്നിഫിക്കൻസ് എഴുതുക. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഇംപ്ലിക്കേഷൻസ്, നമ്മൾ ഈ ഒരു എന്താ പറയുക കൺസെപ്റ്റിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ മോഡേൺ റെലവൻസുകൾ എഴുതുക. നമ്മൾ എന്താണ് ഒരു കോൺഫിഡന്റ്ലി നമ്മൾ എന്ത് ചെയ്യാണ് അത് കൺക്ലൂഡ് ചെയ്യുക. ആ ഒരു ടോപ്പിക് നമ്മൾ നല്ല രീതിയിൽ എഴുതി കൺക്ലൂഡ് ചെയ്യണം. ഇനി നമ്മൾ സ്ട്രക്ചറിങ് തിയറി ഡിസ്കഷൻ ആൻസേഴ്സ്, നമ്മൾ എങ്ങനെയാണ് ആ ഒരു തിയറി സ്ട്രക്ചറിങ് അല്ലെങ്കിൽ ആൻസറിനെ എങ്ങനെ ഡിസ്കഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സുകൾ നമ്മൾ എപ്പോഴും എന്താണ് ആ തിയറിനെ ഡിഫൈൻ ചെയ്യുക, ക്ലിയർ ആയിട്ട് ആരാണ് തിയറി എഴുതിയിട്ടുള്ളത്, എപ്പോഴാണ് നമ്മൾ ഹൂ വെൻ വാട്ട്. അതായത് ഇപ്പൊ നമ്മൾ പറയാണ്, ഇപ്പൊ നമ്മൾ തിയറി എഴുതിയ ആ ഒരു ആളുടെ പേര് പറയാ, എന്നിട്ട് എന്താണ് പിന്നെ ഏത് വർഷമാണ് എഴുതിയിട്ടുള്ളത്, അതായത് ആ തിയറി എപ്പോഴാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊടുക്കുക. അതേപോലെ തന്നെ അതിൽ എന്താണുള്ളത് അത് കൊടുക്കുക. പിന്നെ അത് ആ ഒരു തിയറിയുടെ കോർ കമ്പോണൻസുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോ സ്റ്റേജസ് നമ്മൾ SLM ടെർമിനോളജി വെച്ചിട്ട് സ്റ്റേജസുകൾ എഴുതുക, പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് കൊടുക്കുക, ഡിസ്കസ് ചെയ്യുക. അതേപോലെ തന്നെ ആ ഒരു തിയറിയുടെ ലിമിറ്റേഷൻസുകളും ക്രിട്ടിസൈസുകളും ഒക്കെ എഴുതുക.
പിന്നെ നമ്മളൊരു മോഡേൺ പ്രാക്ടീസസുമായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും തിയറി ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻസുകൾ. ഇപ്പൊ ഡിസ്കസ് എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ്ഡ് അനാലിസിസ് ആണ്. അവിടെ നമ്മൾ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രോസുകള്, കോൺസുകള്, ട്രേഡ് ഓഫ്സ് ഇതൊക്കെ പറയുന്നുണ്ട്. എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡെപ്ത് ആൻഡ് ക്ലാരിറ്റി ആണ് പറയുന്നത്. അതായത് നമ്മള് കമ്പോണൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരെ എങ്ങനെ നമ്മൾ ഇന്റർ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കുക. ഷോ ഹൗ ദി ഇന്റർ കണക്ട് എന്നുള്ളത്. അതേപോലെ ഒരു എക്സ്ട്രീം പൊസിഷൻ ഒരിക്കലും എടുക്കരുത്. നമ്മളൊരു ഡിസ്കസ് എന്നുള്ള രീതിയിൽ ഡിസ്കസ് ആൻസേഴ്സിന് പോലെ ഒരു എക്സ്ട്രീം പൊസിഷൻ എടുക്കാൻ പാടില്ല ഒരു ഡിസ്കസില്. അതേപോലെ നോളജ് ട്രേഡ് ഓഫ്സ്, നമ്മൾ കൂടുതൽ ട്രേഡ് ഓഫ്സ് അത് അക്നോളജ് ചെയ്യുക ട്രേഡ് ഓഫ്സിനൊക്കെ കേട്ടോ. ഇനി ടൈം മാനേജ്മെന്റ്, നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് എങ്ങനെ ടൈം മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. 5 മിനിറ്റ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസുകളും കെയർഫുൾ ആയിട്ട് വായിക്കാനും, അതായത് നമുക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് ഏതാണ് എഴുതാൻ പറ്റുന്നുള്ള ഐഡന്റിഫൈ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ 5 മിനിറ്റ്, ഫസ്റ്റ് 5 മിനിറ്റ്സ് എന്നുള്ളത്. 30 മിനിറ്റ്സിൽ നമ്മൾ ഓരോ ആൻസറും 30 മിനിറ്റ് വെച്ചിട്ട് എഴുതുക. അതിൽ ഇൻട്രൊഡക്ഷനും ബോഡിയും കൺക്ലൂഷനും എല്ലാം കൊടുക്കുക. 60 മിനിറ്റ് കൊണ്ട് നമ്മൾ റിവ്യൂ ചെയ്യുക. ആ ആൻസറിന്റെ ക്ലാരിറ്റി, മിസ്സിംഗ് വേർഡ്സ് എന്തെങ്കിലും ഉണ്ടോ, കറക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ 6 മിനിറ്റ് കൊണ്ട് വായിച്ചിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുക. 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഫൈനൽ റിവ്യൂ ചെയ്യുക. എല്ലാ ആൻസേഴ്സിനെയും ഫൈനലി ഒന്നും കൂടെ റിവ്യൂ ചെയ്യുക. ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ ചെയ്യുക. ഒരിക്കലും നമ്മൾ റീറൈറ്റ് ചെയ്യരുത് ഈ ലാസ്റ്റ് 15 മിനിറ്റ്സിൽ കേട്ടോ. അപ്പോ നമ്മളൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയുടെ ബേസിലാണ്. അപ്പൊ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു 400 വേർഡ്സിലൊക്കെ നമ്മൾ എഴുതുന്ന ഒരു പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് ഒരിക്കലും നമ്മൾ ഈ ബ്ലാ 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 അടിക്കുന്ന രീതിയിലാവരുത്. നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ നമ്മൾ എഴുതണം. ഇനി നമ്മൾ ഈ ഫുൾ വർക്ക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ നോക്കുക. അതായത് ഗെറ്റ് ദ ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളെ മോഡൽ ആൻസേഴ്സുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. സെറ്റ് എ, സ്റ്റെപ്പ് ബി, സെറ്റ് ബി ഒക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ആൻസർ ചെയ്യുക. അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള PYQA അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ ബുക്ക്ലെറ്റുകൾ, അതിന്റെ എല്ലാ ആൻസേഴ്സ് ഉള്ള ബ്ലൂ പ്രിന്റ്സുകൾ നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസ് ഓരോ ആൻസർ പ്രസന്റേഷൻസിലും നമ്മൾ എക്സാം സ്ട്രാറ്റജീസിന്റെ ബേസിലൊക്കെ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു PYQA ബുക്ക്ലെറ്റിലൂടെ നമ്മളെ ലേൺവൈസിന്റെ ആപ്പ് നിങ്ങൾക്ക് എടുക്കുന്നതിലൂടെ നമുക്ക് നിങ്ങൾക്ക് ഒരു ഹൈ ഈൽഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സിലേക്കുള്ള ഒരു അഡീഷണൽ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സിലേക്കുള്ള ഒരു ആക്സസും കൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലേൺവൈസിൽ ഇപ്പൊ തന്നെ എൻറോൾ ചെയ്യുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ആണ് 7592939616. അത് നിങ്ങൾക്ക് കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം. ഇനി എന്താണ് ലേൺവൈസിന്റെ ആപ്പിലുള്ളത്? വാട്ട് യു അൺലോക്ക് ഇൻസൈറ്റ് ലേൺവൈസ്? നമ്മളൊരു ഫുള്ളി വർക്ക്ഡ് ആൻസേഴ്സ് ഉണ്ടായിരിക്കും. അത് സെറ്റ് എ, സെറ്റ് ബി പ്രാക്ടീസ് ചെയ്യാൻ ആൻസേഴ്സുകൾ ഉണ്ടായിരിക്കും. കംപ്ലീറ്റ് ആയിട്ടുള്ള PYQA ബുക്ക്ലെറ്റുകൾ ഉണ്ടായിരിക്കും. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ ബ്ലൂ പ്രിന്റ് ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യൻസിന്റെയും എക്സ്ട്രാ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സുകൾ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ലേറ്റസ്റ്റ് സെഷൻസ് വെച്ചിട്ട് നമ്മൾ ക്യൂറേറ്റ് ചെയ്യുന്ന ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സുകൾ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓരോ സ്ട്രക്ചേർഡ് ഗൈഡൻസ് ഉണ്ടായിരിക്കും ഓരോ ആൻസർ പ്രസന്റിങ്ങിനും സ്കോറിങ്ങിനും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് എക്സാമിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോ നമ്മുടെ ലേൺവൈസ് അഡ്വാൻസ് ലേണിംഗ് എക്കോ സിസ്റ്റത്തിലേക്കുള്ള ഒരു ആക്സസും കൂടെ നിങ്ങൾക്ക് ലേൺവൈസിലൂടെ അൺലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്? നിങ്ങൾ 7592939616 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങളെ ഗൈഡ് ചെയ്യും. നിങ്ങൾക്ക് ലേൺവൈസിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും നിങ്ങളെ പ്ലാൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ലേൺവൈസ് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. അപ്പോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ടേം ആൻഡ് എക്സാമിനേഷൻ. നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റട്ടെ. കോൺഫിഡന്റോട് കൂടെ തന്നെ നമ്മുടെ PYQA വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതി കോൺഫിഡന്റോട് കൂടെ നിങ്ങൾ പാസ്സാവട്ടെ. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.